ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് തുടക്കം കണ്ടപ്പോൾ നിങ്ങളിതൊരു കുക്കിംഗ് ചാനലായി മാറിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ല കേട്ടോ, നമ്മളൊരു ശ്രീലങ്കൻ സ്പെഷ്യൽ വിഭവമായിട്ട് ദൈസ്രുൾ ബ്രദർ നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. കിരി ബാത്ത് എന്നാണ് കേട്ടോ ഈ ഒരു ഫുഡിന് പറയുന്നത്. എന്തായാലും അതും അതിൻ്റെ കൂടെ തന്നെ നല്ല ലുലു മിറീസ് എന്ന് പറയുന്ന ആ ഒരു ചട്നിയും കൂടി കൂട്ടി മിക്സ് ചെയ്ത് നമ്മൾ കഴിച്ച് തുടങ്ങുകയാണ് കേട്ടോ. ഇത് ശ്രീലങ്കയുടെ ട്രഡീഷണൽ വണ്ണാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഇതുവരെയുള്ള കാഴ്ചകൾ? അപ്പം എല്ലാവർക്കും വീണ്ടും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും സ്വാഗതം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. വയറ് നിറച്ചിട്ടുണ്ടല്ലോ, ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇവിടുത്തെ ആതിഥ്യ മര്യാദയും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് അതിനോടൊക്കെ ഒന്ന് ബൈ പറയേണ്ട ടൈമായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീലങ്കയ്ക്ക് ഉണ്ടല്ലോ, നോർത്തുണ്ട്, ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, സെൻട്രലുണ്ട്, സൗത്ത് ഉണ്ട്, അങ്ങനെ 9 പ്രൊവിൻസുകൾ ഇതുപോലെയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകണ്ടേ. അതാ ബാഗെല്ലാം പാക്ക് ചെയ്തു. ഇനിയിപ്പം ഇവരോടൊക്കെ ബൈ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് യാത്ര മുൻപോട്ടേക്ക് പോവുകയാണ് കേട്ടോ, ശ്രീലങ്കയുടെ കാണാ കാഴ്ചകൾ തേടിയിട്ട്. നമ്മളെ എങ്ങനെയുണ്ടല്ലോ അച്ഛന്മാർ നേരെ ജാഫ്നയിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നൊരു മണി എക്സ്ചേഞ്ചിൽ, ഈ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് തന്നെ നിങ്ങൾ മാറ്റിയെടുത്തു, കാരണം കറക്റ്റ് എമൗണ്ട് നമുക്ക് മാറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അതും എടുത്തതിന് ശേഷം എന്നോട് ബൈ പറഞ്ഞ് അച്ഛന്മാർ പോയി. ഇനിയിപ്പം ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ട്രിങ്കമാലിയിലേക്കുള്ള ബസ് കണ്ടുപിടിക്കണം കേട്ടോ. ട്രിങ്കോമാലി, ഈ പേര് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? പേര് പോലെ തന്നെ ശ്രീലങ്കയിലെ ഒരു കൊച്ചു മാലി തന്നെയാണ് ഇവിടം. വെള്ളാരം മണൽത്തരികളും നീലജലവും നിറഞ്ഞ ബീച്ചുകളും കടലുമായി ബന്ധപ്പെട്ട നിരവധി ജലവിനോദങ്ങളും മാലിദ്വീപിനെ സഞ്ചാരികളുടെ ഡെസ്റ്റിനേഷനാക്കി മാറ്റിയ നിരവധി ലക്ഷറി ഹോട്ടലുകൾ എന്ന പോലെ ഇവിടെയുമുണ്ട് നിരവധി ലക്ഷറി റിസോർട്ടുകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന നിരവധി സുന്ദരൻ ഐലൻഡുകൾ. അതെ, ട്രിങ്കോമാലി ഒരു സ്വർഗമാണ്, സഞ്ചാരികളുടെ പറുദീസ. ഇവിടെ ഈ ഒരു തുടക്ക സ്ഥലത്ത് തന്നെ ട്രിങ്കോമാലി ജാഫ്ന ബസ് ഇട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് എത്ര മണിക്ക് എടുക്കുന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. 11 മണിക്ക് മാത്രമേ ബസ് എടുക്കത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം 9:10 ആയിട്ടുള്ളേ. 9 മണിക്ക് ശരിക്കും ബസ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെ മണി എക്സ്ചേഞ്ചിൽ കുറച്ച് സമയം എടുത്തു, അതുകൊണ്ട് ആ ബസ് മിസ്സായി. നമുക്കുണ്ടല്ലോ പ്ലാൻ ഒന്ന് ബിയിലേക്ക് വിടാം. നമുക്ക് കിളിനൊച്ചി എന്ന് പറയുന്ന ഇവിടുത്തെ മറ്റൊരു സ്ഥലമുണ്ട്. അപ്പം അത് ഈ ഒരു പോകുന്ന വഴിക്കാണ്. അപ്പോൾ നമുക്ക് കിളിനൊച്ചി പോയി അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നും ഈ ബസ് വരുന്ന സമയത്ത് നമുക്കത് പിടിക്കാം കേട്ടോ. കിളിനൊച്ചി ശരിയാ, ഓക്കെ. ഇത് തന്നെയാണ് കേട്ടോ കിളിനൊച്ചിയിലേക്കുള്ള ബസ്സേ. കിളിനൊച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എന്നോട് പല ആളുകളും സജസ്റ്റ് ചെയ്തൊരു സാധനമാണ് ഈ ഒരു കിളിനൊച്ചിയിലേക്ക് പോകണം എന്നുള്ളത്. ഈ കിളിനൊച്ചി എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഈ ഒരു പ്രഭാകരനില്ലേ, പുലിപ്രഭാകരൻ, ഇവിടെ നിന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എന്നെ CID പൊക്കിക്കൊണ്ടുപോകും. അപ്പോൾ പുള്ളിക്കാരൻ്റെ നാടാണ്. അപ്പോൾ കുറേ ആൾക്കാർ സജഷനിൽ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയുള്ള വിവാദപരമായിട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊന്ന് പോകണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേങ്കിൽ ഈ ഒരു കാലം നമ്മളെയും കൊണ്ട് അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കിളിനൊച്ചി വല്ല ഇറങ്ങാം നമുക്ക്. എനിക്ക് ഇതുവരെയുള്ള യാത്രയിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, ശ്രീലങ്കയിലൂടെ പോകുമ്പോൾ ബസ് ജേർണി അത്യാവശ്യം നമുക്ക് എല്ലാ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു എക്കണോമിക്കലുമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇതിലും പ്രൈസ് കുറവ് ട്രെയിനുണ്ട്. പക്ഷേങ്കിൽ ട്രെയിൻ അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമുകളിലില്ല, ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഈ ഒരു കിളിനൊച്ചി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അത് ഒരു 1.5 മണിക്കൂറിൻ്റെ അടുപ്പിച്ച് ഓട്ടേ ഉള്ളൂ. അതും ഈ ഒരു നോർത്തേൺ പ്രൊവിൻസിൽ തന്നെ പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ എക്സ്ചേഞ്ചിൽ നിന്ന് $200 കൂടി മാറ്റി വാങ്ങി. $100 29,800 രൂപ അവർ മാറ്റം തന്നിട്ടുണ്ടായിരുന്നു. 264 രൂപ കേട്ടോ. ജാഫ്ന ടൗണിൽ നിന്ന് നമ്മൾ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലുള്ള വിജനമായിട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. ഗ്ലാസിൻ്റെ ലോക്ക് കടകട അടിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഓടുമേഞ്ഞ വീടുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അതും കേരളത്തിൻ്റെ ഒരു ശൈലിയിൽ കേട്ടോ. പതുക്കെ നമ്മൾ ഈ ഒരു ടൗണിനോട് ബൈ പറയുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായ മറ്റൊരു കാര്യം എന്താണെന്ന് അറിയാമോ, നമ്മളുടെ ഈ ഒരു ശ്രീലങ്കൻ സീരീസിൽ ഒരുപാട് ശ്രീലങ്കയിൽ നിന്നുള്ള മലയാളം അറിയാവുന്ന, ഒന്നുകിൽ ഹസ്ബൻഡ് മലയാളിയായിരിക്കും, അല്ലെങ്കിൽ വൈഫ് മലയാളിയായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ വീഡിയോകൾ കാണുകയും അവരുടെ നാട് നമ്മുടെ വീഡിയോയിലൂടെ കാണുമ്പോൾ അത് രസമുണ്ട് എന്ന് പറയുകയും പല സജഷൻസ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. സ്വർണ്ണക്കടകളൊക്കെ നമുക്ക് പോകുമ്പോൾ കാണാം. ഞാനുണ്ടല്ലോ ജാഫ്നയിൽ നിന്ന് ഈ ഒരു സ്വർണ്ണക്കടയിൽ കയറി സ്വർണ്ണത്തിൻ്റെ വില ചോദിക്കണം എന്നൊന്ന് വിചാരിച്ചതാണ്. പക്ഷേ മിസ്സായി കേട്ടോ. സാരമില്ല, നമുക്കിനിയും സമയമുണ്ടല്ലോ ഇവിടെ ശ്രീലങ്കയിൽ. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ബസ്സിൽ ഇങ്ങനെ റോഡ് സൈഡിൽ നോക്കി ഇങ്ങനെ കിടന്നുറങ്ങിയ ഒരാളെ പെട്ടെന്ന് ഈ ഒരു ശ്രീലങ്കൻ ബസ്സിൽ കയറ്റി ഇരുത്തി ഇതേ റോട്ടിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നാട്ടിൽ കൂടിയല്ല ഞാൻ യാത്ര ചെയ്യുന്നത് എന്ന് അയാൾ വിശ്വസിക്കുന്നില്ല കേട്ടോ. പുറത്തെ കാഴ്ചകൾ കാണുമ്പോഴേ വീട് വരെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. കടകളുടെ ബോർഡ് മാത്രമേ മാറ്റമുള്ളൂ തമിഴിൽ.
ഞാൻ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുന്ന കേട്ടപ്പോഴേ ഖത്തറില് ആഹാ മലയാളി എന്നോട് മലയാളത്തിലാണ് കേട്ടോ ചോദിച്ചത്. മലയാളം എവിടെ തരും? അവിടെയുണ്ട്. ആ ഖത്തറിലുണ്ട്. അപ്പൊ മലയാളം പറഞ്ഞിട്ട് ശരിക്കും ഉണ്ടല്ലോ, പ്രവാസികളായിട്ടുള്ള കുറെ ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ശ്രീലങ്കയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം ഇപ്പം പ്രവാസികളായിട്ടുള്ള ആളുകൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം ശ്രീലങ്കയിൽ ഇവരുടെ വീടുകളിലോട്ടൊക്കെ കറങ്ങാൻ വരുന്ന ഒരുപാട് ആളുകൾ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് എങ്ങനെ വരാം, എന്തൊക്കെ ചെയ്യാം ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. പുള്ളിക്കാരൻ നമ്മളോട് ബൈ പറഞ്ഞു പോയി കേട്ടോ. ആള് ശരിക്കും ഖത്തറിൽ ജോലി ചെയ്ത് പൈസ സമ്പാദിച്ച് ഇവിടെ ഒരു ബസ്സൊക്കെ വാങ്ങി, ടൂറിസ്റ്റ് ബസ്. അപ്പം അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഇത് നടത്തുകയാണ്, ഗ്രൂപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പം ഞാൻ ഡീറ്റെയിൽ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇൻ കേസ് നമ്മൾ ഇങ്ങോട്ടേക്ക് ആളുകൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ ഇതുപോലുള്ള ഇവിടെയുള്ള ആളുകളുടെ സഹായം നമുക്ക് വളരെ ഉപകാരപ്പെടും. നമ്മളങ്ങനെ കിളിനൊച്ചിയിലേക്ക് വന്നെത്തി കേട്ടോ. കിളിനൊച്ചി ബസ് സ്റ്റാൻഡിൽ ഇതാ നമ്മളങ്ങനെ ബസ് ഇറങ്ങി. അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഈ പോകുന്ന ബസ്സിൻ്റെ സ്ഥലം കണ്ടോ നിങ്ങൾ? മുല്ലത്തീവ് എന്ന് പറയുന്ന സ്ഥലം. മുല്ലത്തീവ് എന്ന് പറയുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയാം ആ പ്രത്യേകത എന്താണ് എന്നുള്ളത്. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളുടെ പേരുകൾ നിങ്ങൾ നോക്കിയേ, വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ. അങ്ങോട്ടേക്കൊക്കെ പോകാനുള്ള ബസ്സുകൾ പലതും ഓരോ സ്ഥലത്തായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ഈ ബസ് സ്റ്റാൻഡുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഈ അടുത്ത കാലത്തായിട്ട് പണിതായിട്ട് തോന്നുന്നുണ്ട്, പുതിയതാണ് കേട്ടോ. ഞാനേ ബസ് സ്റ്റാൻഡിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ട്രിങ്കോമാലിക്കുള്ള ബസ് പിടിക്കണം. അതിന് മുമ്പായിട്ട് കിളിനൊച്ചിയുടെ ചെറിയൊരു ലോക്കൽ കാഴ്ചകളിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടം വരെ വന്നില്ലേ നമ്മൾ. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ഇതാ ഇതുപോലുള്ള ചെറിയൊരു പാർക്ക് ഇവർ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്, മരങ്ങളും ഒക്കെ ആയിട്ട്. കിളിനൊച്ചി ഇവിടെ അധികം ഇപ്പോൾ വന്നിരുന്നേക്കുന്നുണ്ടല്ലോ കോളേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളാണ്. പിള്ളേർക്ക് ടൈമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമേ. ഞാൻ ആക്ച്വലി ഇവിടെ ഇറങ്ങിയതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളിനൊച്ചിയിലുണ്ടല്ലോ ഒരു വാർ മെമ്മോറിയലുണ്ട്. ഈ ഒരു സ്ഥലമേ ശരിക്കും അന്നത്തെ കാലത്ത് ഇവരുടെ ആ ഒരു റിബൽ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. എനിക്ക് അതിനോട് എങ്ങനെ പറയണം, അത് എന്ത് രീതിയിൽ പറഞ്ഞ് ഇതാക്കണം. ഒരടുത്ത് പറയുമ്പോൾ ഒരാൾക്കെതിരാവും, മറ്റൊടുത്ത് പറയുമ്പോൾ മറ്റൊരാൾക്കെതിരാവും. അതുകൊണ്ട് ആർക്കും അവിടെ ഇവിടെ തൊടാത്ത രീതിയിൽ ഞാൻ പറയാം. ഇവിടുത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ഇവിടെ ഉണ്ടല്ലോ ആ ഒരു യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കൊക്കെ ആയിട്ട്, ഇനിയിപ്പോൾ അതുപോലെ ഒന്ന് സംഭവിക്കാണ്ടൊക്കെ ഇരിക്കാനുള്ളതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു വാർ മെമ്മോറിയൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ, കിളിനൊച്ചി വാർ മെമ്മോറിയൽ. അപ്പം അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. കണ്ടോ നിങ്ങൾ? അതെന്തോ വലിയ അർത്ഥങ്ങളുണ്ടെന്ന് തോന്നുന്നു ആ ഒരു കാണുന്ന ആ ഒരു സാധനത്തിന്. ഒരു വിള്ളൽ വീണ ആ ഒരു വാളും അതിൻ്റെ മേലെ ഏറ്റവും മേലെ ഇപ്പോൾ ഉള്ളത് ശ്രീലങ്കയുടെ പതാകയാണ് കേട്ടോ പാറി പറക്കുന്നത്. അന്നത്തെ ആ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ ഇവിടെ ഒരുപാട് ആളുകൾ, അത് രണ്ട് ഭാഗത്തുനിന്നും ഒരുപാട് ആളുകൾ മരിച്ചു വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീലങ്കയിലുള്ള തമിഴ് വംശജരായിട്ടുള്ള ആളുകൾ സിംഹള വംശജരായിട്ടുള്ള ഭരണാധികാരികളുടെ ഇടയിൽ നിന്നും അവഗണനകൾ നേരിടുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുണ്ടായ സംഘടനയാണ് LTTE. അവരുടെ ആവശ്യം തമിഴർക്ക് മാത്രമായിട്ടൊരു രാജ്യം വേണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തിനുള്ളിൽ ഇവർ രണ്ടുപേരുമുള്ള സംഘർഷങ്ങൾ പതിവായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു സംഘർഷ സമയത്ത് ഈ കിളിനൊച്ചി എന്ന് പറയുന്ന മേഖല ശരിക്കും LTTEയുടെ അണ്ടറിലുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. അതിനുശേഷം 2009 ആ ഒരു വലിയ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഈ ഒരു ഭാഗം വലിയ രീതിയിലുള്ള സൈനിക ഇടപെടലിലൂടെ പിടിച്ചെടുക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന LTTEയുടെ പോരാളികളായിട്ടുള്ള ആളുകളെയൊക്കെ വധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് യുദ്ധത്തിന് ഉപയോഗിച്ച വിവിധ യുദ്ധോപകരണങ്ങളും ടാങ്കറുകളും മറ്റും ഇന്നും ഈ ഒരു നാടിൻ്റെ പല ഭാഗങ്ങളിൽ ചിതറിക്കിടപ്പുണ്ട്. നീതിയും സത്യവും ആരുടെ ഭാഗത്താണ് എന്നുള്ളത് ഇന്നും ഉത്തരം കിട്ടാതെ നിലനിന്നു പോകുന്നു. ഈ ഒരു യുദ്ധത്തിന് ശേഷം അധികാരത്തിലേറിയ രജപക്സെ ഗവൺമെൻറ് ശ്രീലങ്കയോടും ഇവിടുത്തെ നാട്ടുകാരോടും എന്തു ചെയ്തു, അതിൻ്റെ ഫലം അവർക്ക് എന്ത് കിട്ടി എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് നമ്മൾ വാർത്തകളിൽ കാണുന്നതാണ്. അധികാരത്തിനോടുള്ള ആർത്തി സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ ഇല്ലാതെയാക്കി. ഞാൻ കുറച്ച് നേരം ഈ ഒരു കിളിനൊച്ചിയുടെ ഈ ഒരു ടൗണിൻ്റെ ഭാഗത്തോട്, ഇവിടെ നിന്നും ഇനിയിപ്പം ട്രിങ്കോമാലി പോകുന്ന റൂട്ടാണ്, അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് നടന്നു. ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ ശരിക്കും വലിയ കാര്യമായിട്ടുള്ള ശേഷിപ്പുകളൊന്നും അന്നത്തെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഉള്ളേരിയയിലൊക്കെ ആയിരിക്കും. ആ ഒരു മുല്ലത്തീവ് ഞാൻ നോക്കി നോക്കാൻ പറഞ്ഞില്ല. ഈ മുല്ലത്തീവ് എന്ന് പറയുന്ന സ്ഥലമാണ് ഏറ്റവും അവസാനമായിട്ട് യുദ്ധം നടന്ന സ്ഥലം. അപ്പോൾ അവിടെ ഇപ്പോഴും അതിൻ്റെ ശേഷിപ്പുകൾ, ടാങ്കറുകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതും പക്ഷേ നമ്മൾ ഇൻറ്റീരിയറിലോട്ട് വണ്ടിയൊക്കെ എടുത്ത് തപ്പിപ്പിടിച്ച് പോകണം. ഇവിടെ ഈ ഒരു പാർക്കിലുണ്ട് ഒരു പ്രത്യേകതയുണ്ട്, ഇത് ഫ്രീ വൈഫൈ സോണാണ് കേട്ടോ. വെറുതെ അല്ല സ്റ്റുഡൻസൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ ഫ്രീ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഹച്ചില്ലേ, നമ്മുടെ ഹച്ച് അവർ തന്നെയാണ് ആ ഒരു സാധനം കൊടുത്തിട്ടുള്ളത്. ശ്രീലങ്കയിലെ ട്രാഫിക് പോലീസ് ഈ ഒരു നമ്മുടെ MBD ഒക്കെ പഠിപ്പിക്കുന്ന പരിപാടിയില്ലേ, ആ ഒരു പരിപാടി ചെയ്യുന്ന ഇവിടെ ഈ ഒരു വെള്ള ബെൽറ്റ് ഇട്ട പോലീസുകാരാണ് കേട്ടോ. അവർ നല്ല രീതിയിൽ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യും.
അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിയൊക്കെ പിടിക്കുകയും ചെയ്യുക. ഇവിടെ ട്രാഫിക് നിയമങ്ങൾ കുറച്ചധികം സ്ട്രിക്റ്റ് ആണ് കേട്ടോ. വിദേശത്തു നിന്നുള്ള ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ടൗണിലേക്കൊന്ന് നടക്കുകയാണ്. അവിടുന്ന് പോലീസുകാരോട് ഞാൻ ഈ ഒരു വണ്ടിയുടെ ബസ്സിൻ്റെ കാര്യം ട്രിങ്കോമാലിക്കുള്ള ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് നമ്മളുടെ അവിടെ നിന്ന് വരുന്ന യാൽപ്പാനം അല്ലെങ്കിൽ നമ്മുടെ ജാഫ്ന, ഈ യാൽപ്പാനം എന്നും പറയും കേട്ടോ ജാഫ്നയ്ക്ക്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ബസ്സുകളിൽ മാത്രമേ ഇനിയുള്ളൂ. അല്ലെങ്കിൽ മധുവച്ചി എന്ന് പറയുന്ന സ്ഥലം വേറെ ഉണ്ട്, അതൊരു ജംഗ്ഷൻ പോലത്തെയാണ്. അവിടെ നിന്ന് ചിലപ്പോൾ വേറെ ഏതോ സൈഡിൽ നിന്ന് ബസ് കൂടി ട്രിങ്കമാലി പോകാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ്. സീറ്റ് കിട്ടണമെങ്കിൽ പക്ഷേ ഇവിടെ നിന്ന് കയറുന്നതായിരിക്കും ബെറ്റർ എന്ന് കൂടി പറഞ്ഞു കേട്ടോ. അതായത് ഇനിയിപ്പോൾ 12:30 ബസ്സുള്ളൂ, അതുവരെ നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്. നമുക്ക് ഓപ്പോസിറ്റായിട്ട് നടന്നു വരുന്ന ആളുകളും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളോട് നോക്കാൻ പറഞ്ഞില്ലായിരുന്നു. ഇവിടെയുള്ള ആളുകൾ അധികവും ഇതുപോലത്തെ മിഡിൽ ടോപ്പും, ഇതിന് മിഡിൽ ടോപ്പും തന്നെയല്ലേ പറയുന്നത്, ഈ ഒരു രീതിയിലുള്ള ഡ്രസ്സാണ് കേട്ടോ ധരിക്കുക. ഇവിടത്തെയൊക്കെ കടകളിലാണെങ്കിലും കണ്ടില്ല നിങ്ങൾ, ആ ഒരു രീതിയിലുള്ള ഡ്രസ്സുകൾ തന്നെയാണ് വിൽക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. കിളിനൊച്ചി എന്ന് പറയുന്ന ഒരു ജില്ലാ ആസ്ഥാനം കൂടിയാണ്. അപ്പോൾ കിളിനൊച്ചിയുടെ കോർട്ട് ഉണ്ടെങ്കിൽ ജില്ലാ കോടതി ആയിരിക്കണം. ഇതാണ് കോടതി. കോടതി കണ്ടില്ല എന്ന് പറയണ്ട. റോഡിൻ്റെ സൈഡിലൂടെ നടക്കുമ്പോഴല്ലോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ലോട്ടറികളില്ലേ, നമ്മുടെ ശ്രീലങ്കയിലും ലോട്ടറി ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള പെട്ടിക്കടകളിൽ ഇവർ ലോട്ടറി വെക്കുന്നുണ്ട്. എത്ര 20 ലക്ഷം അങ്ങനെയൊക്കെയാണ് റേറ്റ് എന്ന് തോന്നുന്നു. ഫസ്റ്റ് പ്രൈസ് എത്തിനാ ഹയസ്റ്റ് അത് 57 കോടി. 57 കോടിയുടെ ഒക്കെ ലോട്ടറി ഉണ്ട് കേട്ടോ. അത് എന്ന ലോട്ടറി മുടിഞ്ചതാ. 57 കോടിക്ക് ചിലവുണ്ട് കേട്ടോ. ഇത് ചെറിയ ചെറിയ ലോട്ടറി 46 കോടി. ഓ, കോടി ലോട്ടറിയാണ് കേട്ടോ. ടിക്കറ്റിന് ഇവിടെ ഉണ്ടല്ലോ 40 രൂപയാണ്. 57 ഇരുന്നാലും 8 കോടി ഇരുന്നാലും എല്ലാമേ 40 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 57 കോടിക്ക് എല്ലാവരും ആദ്യമേ എടുത്തിട്ട് പോയത്. വീഡിയോ എടുത്ത സ്ഥിതിക്കുണ്ടല്ലോ, ഞാൻ നമ്മളുടെ ചാനലിൻ്റെ ID കൂടി ഇതവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ലോട്ടറി എടുക്കുന്നവർക്കെല്ലാം ഈ ചാനലും കൂടി കൊടുക്കട്ടെ. തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ നമ്മളുടെ ഡയലോഗ്. ശ്രീലങ്കാവിലെ ഡയലോഗ് തന്നെ നമ്പർ 1. നല്ല സ്പീഡെല്ലാം കിടക്കും, ഹയസ്റ്റ് സ്പീഡൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ എന്തോ ഓഫറായിട്ട് സിം കൊടുക്കാനായിട്ട് വന്ന് നിൽക്കുന്നതാണ്. ഓക്കെ, ബൈ. അപ്പോൾ ഇപ്പോൾ ലോട്ടറി കാണിച്ചു, ഡയലോഗിൻ്റെ സിം കാണിച്ചു. നിങ്ങൾ ശ്രീലങ്കയിൽ വരുവാണെങ്കിൽ ഡയലോഗ് എടുത്തോളൂ. അതിൽ വിലക്കുറവ് വന്നിട്ട് എയർടെല്ലും ഹച്ചുമാണ്, പക്ഷേ അതിന് റേഞ്ച് കുറവാണ്, സ്ഥലങ്ങൾ കവറേജ് കുറവാണ്. നമ്മൾ അടുത്തൊരു കടയിലോട്ട് വന്നപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ 57 കോടിയുടെ ലോട്ടറിയെ. ഇത് എவ்வளோ റേറ്റ് വരും? 57 കോടി. ഇത് എவ்வளோ ലോട്ടറിയുടെ റേറ്റ്? എவ்வளோ? 40 രൂപ. ഓക്കെ, സെയിം തന്നെ. ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെയും ഒരു മെയിൻ വരുമാന മാർഗ്ഗം ലോട്ടറിയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. നടന്ന് ഞാൻ മടുത്തു, നല്ല വെയിൽ. ഞാനൊരു ചായയും അതുപോലെ തന്നെ ഒരു സുഗിയനും പരിപ്പോടെയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോർമലി ഉണ്ടല്ലോ ഇങ്ങനെ കുറേ സാധനം, ഇപ്പോൾ 2-3 ആൾക്കാരൊക്കെ ഇരിക്കുന്നതെങ്കിൽ ഇത് ഇങ്ങനെ പ്ലേറ്റിൽ കുറേയധികം സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കും. അതിനകത്ത് ഇഷ്ടമുള്ള എടുത്ത് നമ്മൾ കഴിച്ചിട്ട് ബാക്കി അവർ തിരിച്ചു കൊണ്ടുവന്ന് ബാക്കി ആൾക്കാർക്ക് കൊടുക്കും കേട്ടോ. താങ്ക് യു. 250 രൂപയാണ് കേട്ടോ ചായക്കും 2 കടിക്കുമായിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിലൊരു 80 രൂപയ്ക്ക് മേലെ ആയിട്ടുണ്ട്. അത് കൂടുതലാണ്, ശരിക്കും എക്സ്പെൻസീവാണ്. വീണ്ടും തിരിച്ച് നമ്മളുടെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആദ്യം വരുന്ന ബസ് എങ്ങോട്ടാണോ, അത് വാവുനിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണോ അതോ ട്രിങ്കോമാലിയാണോ, ഏതാണ് ആദ്യം വരുന്നത് അതിന് ഞാൻ കയറും കേട്ടോ. വവുനിയ ബസ് തന്നെയാണ് കേട്ടോ ആദ്യം വന്നത്. സോ ലെറ്റ്സ് ഗോ വവുനിയ. സീറ്റില്ല, നിന്ന് പോകണം, നിന്ന് തന്നെ പോവാം. ഞാൻ കുറച്ച് ചാമ്പക്ക ഉണ്ടായിരുന്നു, ചാമ്പക്ക അവിടെ നിന്ന് ഒരു 50 രൂപയ്ക്ക് ചാമ്പക്ക വാങ്ങിയത്, നമ്മുടെ പന്നീർ ചാമ്പ കേട്ടോ. ഇവിടെ നിന്നുള്ള വാവുനിയയ്ക്ക് 74 കിലോമീറ്റർ, അതായത് ഒരു 1.25 മണിക്കൂറിൻ്റെ ഓട്ടം നോർമൽ കേസിലുണ്ട്. ബസ് ആകുമ്പോഴത്തേക്ക് അതൊരു 1.5 മണിക്കൂറിന് മേലെ ആകും കേട്ടോ. അവിടെ ചെന്നുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പോയിട്ടുള്ള മന്നാർ എന്ന് പറയുന്ന സ്ഥലമില്ലേ, മന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ബസ്സും ഈ വാവുനിയ വന്നിട്ട് വേണം മറ്റേ ട്രിങ്കോമാലിക്ക് പോകാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമുക്ക് അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഏതാ ഭാഷ പറയുന്നതെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. കുറേ നേരിട്ട് നോക്കുന്നുണ്ട് ഇവൻ എന്തായി സംസാരിക്കുന്നതെന്നുള്ളത്. ഞാൻ നോർമലി ഇപ്പോൾ ഇവിടുത്തെ ബസ്സുകളിലൊക്കെ കയറിയിട്ടുണ്ടത് ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് നോർമലി ഇങ്ങനെ സംസാരിക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഒരു ബസ്സിൽ പോകുന്ന ആൾക്കാരെ നിങ്ങൾക്കും ഞാൻ ഈ വർത്താനം പറയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കും കാണണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം അങ്ങോട്ടേക്ക് ഉണ്ടല്ലോ തീരപ്രദേശങ്ങൾ മാറിയിട്ട് കുറച്ച് കാട് പോലുള്ള മേഖലകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. വാവുനിയ ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങനെ ബസ് എത്തി. ഈ കാണുന്നതാണ് നമ്മളുടെ വാവുനിയയിലെ ബസ് സ്റ്റാൻഡ്. പഴയ വണ്ടികളൊക്കെ കാറുകളൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾ ഇതുണ്ടോ, ഇവിടെ വേറൊരു കാർ കേട്ടോ. ഇത് പഴയതാണോ പുതിയതാണോ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രിങ്കോമാലി ബസ് കിട്ടും കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ മറ്റേ ബസ്സിനേക്കാൾ മുമ്പ് നമുക്ക് പോകാൻ പറ്റും. യെസ്, ട്രിങ്കോമാലി ബസ് ഇതാ. ഈ ബസ് വന്നിട്ട് ട്രിങ്കോമാലിയിൽ നിന്ന് വന്ന ബസ്സാണെന്ന് തോന്നുന്നു. നമുക്ക് പോകേണ്ട ബസ് ഇതായിരിക്കണം. ട്രിങ്കോമാലി വാവുനിയ. പേര് കേൾക്കുമ്പോൾ മാലി നിങ്ങൾ കേൾക്കുന്നില്ലേ, ശരിക്കും അത് തന്നെയാണ് കേട്ടോ. ട്രിങ്കോമാലി അത്യാവശ്യം വലിയൊരു ടൂറിസം സ്പോട്ടാണ്.
ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടല്ലോ. 2 മണിക്കൂർ കൂടി ഓട്ടമുണ്ട്. ഈ ബാവുനി ഉണ്ടല്ലോ ശരിക്കും ഈ ഒരു ശ്രീലങ്കയുടെ നോർത്ത് സൈഡിൽ നിന്നുള്ള ഏറ്റവും സെൻട്രലിലെ ഭാഗങ്ങളാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞ് കൊളംബോ, അതുപോലെ തന്നെ താഴോട്ടേക്ക്, പിന്നെ മന്നാർ, പിന്നെ ട്രിങ്കോമാലി എന്ന് പറയുന്ന ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള സ്ഥലം, അങ്ങോട്ടേക്കൊക്കെ ഉള്ള ബസ്സുകൾ കിട്ടും കേട്ടോ. ഒരു ജംഗ്ഷനാണ് ശരിക്കും ഈ വാവുനിയ. ഇവിടെ നിന്ന് നമുക്കിപ്പം 350 രൂപയാണ് കേട്ടോ ട്രിങ്കോമാലിക്ക്. ചെറിയ രീതിയിലുള്ള മലനിര എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ഭൂമിയിൽ പൊങ്ങിയ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് മലയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. നമുക്ക് ഈ കാടൊക്കെ കണ്ടിട്ട് കുറച്ചധികം ദിവസങ്ങളായില്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. ആരാണ് വിസിറ്റ് അഗെയിൻ പറഞ്ഞത്? ഈ ചൂടത്തെ നമ്മളുടെ നേപ്പാളിലെ ആ ഒരു മഞ്ഞുമലയുടെ മുകളിലെ കാര്യമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ. നമ്മളുടെ മീനുകുട്ടി അവിടെ ഡാർജിലിങ്ങിൻ്റെ സൈഡിൽ തണുപ്പടിച്ച് ഇരിക്കുമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ ഇവിടുത്തെ കടകളുടെയൊക്കെ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതാണ് നിങ്ങൾ ആ തമിഴ് ബോർഡൊക്കെ മാറിയിട്ട് സിംഹള ബോർഡുകളായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ശ്രീലങ്കയിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മലനിരകൾ ഇതാ ദൂരെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ഒരു കാടിൻ്റെ മേഖലയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ശ്രീലങ്കയിലുണ്ടല്ലോ ഇഷ്ടംപോലെ ആനകളുള്ള മേഖലയാണ്. റോഡ് സൈഡിലൊന്നും പക്ഷെ ഒരു ആനയും കാണാനില്ല കേട്ടോ. കാട്ടിലൊക്കെ ഇഷ്ടംപോലെ തിന്നാനുണ്ട് ഇതുങ്ങൾക്ക് എന്ന് തോന്നുന്നു. വന്യജീവി ആക്രമണങ്ങളൊന്നും അധികം ഇല്ലാത്ത കാടിനോട് ചേർന്ന ഒരു ഗ്രാമമാണ് ഇതെന്ന് തോന്നുന്നു. കാരണം കറണ്ട് കമ്പിയുടെ വേലിയൊന്നും നമുക്കിവിടെ നമ്മളുടെ വയനാട്ടിലെ പോലെ ഒന്നും കാണാനില്ല കേട്ടോ. കേരളത്തിലേതുപോലെ തന്നെ ചുരുങ്ങിയ കിലോമീറ്ററുകൾക്കുള്ളിൽ മലനിരകളും അതുപോലെ തന്നെ നിരന്ന പ്രദേശവും നല്ല കിടിലൻ ബീച്ചുകളും വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളും അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രകൃതിപരമായിട്ടുള്ള സാമ്യതകളും ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ശ്രീലങ്ക എന്ന് പറയുന്നത്. നമ്മളങ്ങനെ പതുക്കെ ട്രിങ്കോമാലിയോട് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇതുപോലുള്ള നെൽപ്പാടങ്ങളാണ് കേട്ടോ. ഇഷ്ടം പോലെ നെൽകൃഷി ഈ ഒരു മേഖലയിലുണ്ട്. അതിൻ്റെ പുതിയൊരു കൃഷിക്ക് വേണ്ടിയിട്ടുള്ള നില ഉഴലും മറ്റുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും കുറച്ചും കൂടി മുൻപോട്ടേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ നമുക്കിവിടെ കരണ്ട് കമ്പി വേലികളൊക്കെ കാണാം. അതുകൂടാതെ ആനയുണ്ട് എന്നുള്ള ബോർഡൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അപ്പം ഈ ഒരു മേഖലയിലൊക്കെ അത്യാവശ്യം ആന ആക്രമണങ്ങളൊക്കെ ഉള്ള ഒരു കൃഷി മേഖലയാണ് കേട്ടോ. കുറച്ചധികം നേരമായിട്ട് ഞാൻ ട്രിങ്കോമാലിയുടെ അടുത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രിങ്കോമാലി ടൗൺ 1 കിലോമീറ്റർ. ഇതെല്ലാം ട്രിങ്കോമാലിയുടെ ഔട്ട്സ്കേർട്ടാണ്. ട്രിങ്കോമാലി എന്ന് പറയുന്നുണ്ടല്ലോ ശരിക്കും നിങ്ങളെ പേര് കേട്ട പോലെ തന്നെ ഈ മലിയൊക്കെ പോലെ തന്നെ ബീച്ചുകളുടെ ഒരു പ്രധാനപ്പെട്ട പേര് കേട്ട സ്ഥലമാണ്. നമ്മുടെ നാട്ടിലെ ഈ ഒരു ഗോവയൊക്കെ അല്ലേ, നല്ല നോയ്സാണ് കേട്ടോ, ക്ഷമിക്കുക. നമ്മുടെ നാട്ടിൽ ഈ ഗോവ സൈഡ് ആ ഒരു ഇതൊക്കെ ഇല്ലേ, ആ ഒരു രീതിയിലൊക്കെയുള്ള ബീച്ചുകളൊക്കെ ഉള്ള ഒരു സ്ഥലം എന്നുള്ളതാണ് എൻ്റെ ഒരു കേട്ടറിവ്. എന്തായാലും നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാം. അത്യാവശ്യം പച്ചപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് കേട്ടോ ഇത് ശരിക്കും. അതുപോലൊക്കെ തന്നെ ഒരു ടൂറിസ്റ്റ് മേഖലയുടെയൊക്കെ ഒരു വൃത്തിയും വെടുപ്പൊക്കെ, ആ ഒരു ഊജാൽ ഇല്ല, എന്നാൽ ആ ഒരു മറ്റേ ഭാഗത്ത് നോക്കുക നിങ്ങൾ, നടക്കുന്ന നടപ്പാതയൊക്കെ ഇട്ട് സെറ്റായിട്ട് അത്യാവശ്യം ഒരു വൃത്തിയും വെടുപ്പൊക്കെ ഉള്ളൊരു സ്ഥലം. ശ്രീലങ്ക പൊതുവെ അത്ര വൃത്തികേടായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കതൊരു കടൽ കയറി കിടക്കുന്ന ഒരു ഭാഗത്തോട്ടൊക്കെയാണ് നമ്മൾ എത്തുന്നത്. കടൽ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. യെസ്, ട്രിങ്കോമാലി ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ വന്നിറങ്ങി. ഇനിയാണ് നമുക്ക് പണിയുള്ളത്. ഇവിടെ നിന്നും എങ്ങോട്ട് പോകും, എന്താണ് ഇനി ചെയ്യാന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം കേട്ടോ. ഇതിങ്ങോട്ട് വലിയൊരു ഏരിയ അങ്ങനെ കിടക്കുകയാണ്. ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ നമുക്കൊരു ബേസ് പോയിൻ്റായിട്ട് കിട്ടിയേക്കുന്നത്. ഇവിടെയൊക്കെ പിന്നെ ഉണ്ടല്ലോ നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തെ പറ്റി നമുക്ക് ഒരു ചുക്കും അറിഞ്ഞുകൂടാ, ഇവിടെ ആരെയും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്ക് എവിടേക്കും പോകാം, എന്തും കാണാൻ കേട്ടോ. ട്രിങ്കോമാലി എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ആ ഒരു ക്ലോക്ക് ടവർ അവിടെയുണ്ട്. സൂര്യൻ ഇവിടെ കിഴക്കും പടിഞ്ഞാറും നോക്കിയിട്ട് കാര്യമില്ല, ഐലൻഡല്ലേ, അപ്പോൾ എല്ലായിടത്തും കടലുണ്ടാവും. കടലിൻ്റെ ഒരു മണമൊക്കെ വരുന്നൊരു ഭാഗമുണ്ട്. ഞാൻ ആ ഭാഗം പിടിച്ചിട്ട് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ ഈ കാണുന്ന ഇതാണ് സെൻറ്റർ റോഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ഒട്ടും തെറ്റിയിട്ടില്ല. അങ്ങ് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കടലിൻ്റെ ഒരു പൊടി ഇതുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്. ശ്രീലങ്ക എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യനും മൃഗങ്ങളും ഒരുമിച്ച് കഴിയുന്നൊരു സ്ഥലം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. നോക്കി നിങ്ങൾ, റോഡിൻ്റെ നടുക്കൊക്കെ കൂടി മാനൊക്കെ വെറുതെ അതും ഈവനിങ് വാക്ക് നടത്തുന്നേ. ഹമ്പട ഹേമ കൊള്ളാലോ. അതാ ആ ഒരു മതിൽക്കെട്ടിൻ്റെ അപ്പുറം കണ്ടെങ്കിൽ അവിടെ ഒരു മാന്. ഈ ഒരു നമ്മുടെ നാട്ടിലധികം പശു ഇങ്ങനെ മേഞ്ഞ് നടക്കാറില്ല, പക്ഷേ നമ്മൾ നോർത്ത് സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ പശു ഇങ്ങനെ മേഞ്ഞ് നടക്കുമല്ലോ റോട്ടിൽ കൂടെയൊക്കെ, അതുപോലെ ഇവിടെ മാനാണ് കേട്ടോ മേഞ്ഞ് നടക്കുന്നത്.
കൊള്ളാലോ, വെറൈറ്റി തന്നെയാണല്ലോ നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ടത്. എന്തായാലും നമുക്ക് ഈ ഒരു സെൻട്രൽ റോഡ് എന്ന് പറയുന്നത് ഷോപ്പിങ്ങിൻ്റെയൊക്കെ ഒരു സെൻറ്റർ ആണെന്ന് തോന്നുന്നു. നോർമലി അങ്ങനെ ആണല്ലോ, സെൻട്രൽ റോഡ്, മെയിൻ സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് ഇതിലേ ഒന്ന് നടക്കാം. ഇതുവഴി ഉണ്ടല്ലോ നേരെ മേലോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബീച്ചുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും 3-4 ബീച്ചുകളുണ്ട്. അതിലൊരു പ്രധാന ബീച്ച് ഈ ഒരു റൂട്ടിലാണ്. ഞാനിവിടെ നടന്നു പോകുമ്പോഴല്ലോ നമ്മളുടെ വടയും സമൂസയൊക്കെ ഇതാ ഇവിടെയും വറുത്ത് വെക്കുന്നുണ്ട്. മലയാളത്തിൽ 2 വാക്ക് പറഞ്ഞേ, 2 വാക്ക് പറ. മലയാളത്തിൽ 2 വാക്ക് എങ്ങനെ പറയാം? അത് തന്നെ മലയാളം. ആളുണ്ടല്ലോ സൗദിയിലല്ലേ? സൗദിയിലുണ്ടായിരുന്നു. അത്യാവശ്യം അടിപൊളിയായിട്ട് മലയാളം പറയുന്നത് കേട്ടോ. അപ്പോൾ മലയാളികളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്തായാലും നന്നായി. ഞാൻ നാട്ടിൽ നിന്ന് വിട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പോൾ കഴിക്കാൻ വേണ്ടി കുറച്ച് പരിപ്പോട് വാങ്ങിയിട്ടുണ്ട്. 100 രൂപയ്ക്ക് 12 പീസ്. ഞാൻ അവിടെ നിന്നുണ്ടല്ലോ നല്ല കടിയൊക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും ഉണ്ടല്ലോ ആളെ കണ്ടത് വളരെ വലിയൊരു കാര്യമായ. ഇതിങ്ങനെയാണ്, നമ്മളെവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ പുള്ളിക്കാരനെ ഇപ്പം അവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ, അതായത് സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ മലയാളികൾ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പം അതേ ഒരു കൂട്ടുകാരനെ പോലെ തന്നെയാണ് കേട്ടോ എന്നെയും കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പൈസ കൊടുത്ത സമയത്ത് പുള്ളി വാങ്ങിയില്ല. എന്നിട്ട് ഞാൻ പിന്നെ പൈസ അവിടെ വെച്ചിട്ട് വന്നു. എന്നിട്ട് പുള്ളിക്കാരൻ ഇവിടെയുള്ള ഓരോ സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്തു. ഇപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വൈകുന്നേരമായല്ലോ ഓൾറെഡി. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ട 2 ബീച്ചുകൾ ഇവിടെയുണ്ട്, ഒരു ഫോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ തങ്ങിയിട്ട് നാളെ ഇവിടെ നിന്ന് കുറച്ചും കൂടി മേലെ സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ബീച്ചുകൾ, മറ്റ് ആക്ടിവിറ്റികളൊക്കെ ഉള്ളത്. അപ്പം ഇവിടെ കുറഞ്ഞ റേറ്റിൽ റൂംസ് കിട്ടുന്ന സ്ഥലവും അങ്ങ് അവിടെ ചെല്ലുമ്പോൾ ഒരു 4 കൂടി ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. നോക്കിയോളെ, ഇതിവിടുത്തെ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ. അതായത് ലോക്കലായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വെച്ച് ഉള്ളതൊന്നുമല്ല. ഡ്രസ്സിങ്ങുകൾ, അതുപോലെ തന്നെ പാത്രം ഐറ്റംസ്, ഈ ഒരു നാട്ടിലെ ആളുകൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ഷോപ്പിംഗ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ഉള്ള ആളുകളിലെ പ്രധാനമായിട്ടും സിംഗിളരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ തമിഴ് വംശജരായിട്ടുള്ള ആളുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പേരും കൂടി മിങ്കിളായിട്ട് കഴിയുന്ന ഒരു സ്ഥലമാണ് ട്രിങ്കോമാലി. ഇതാണെന്ന് തോന്നുന്നു കോപ്പ് റെസ്റ്റോറൻറ്റ്, നോൺ AC റൂംസ് അവൈലബിൾ. പോയി നോക്കട്ടെ ഞാൻ, എന്നിട്ട് കൺഫേം ചെയ്യാം. ഇവിടെ റൂം ശരിക്കും 1500 രൂപയ്ക്ക് 2000 രൂപയ്ക്കൊക്കെ റൂമുണ്ട്. അതായത് ഇവരുടെ പൈസയാണ്. നമ്മളുടെ അതിലും അത്ര 500 രൂപയിൽ താഴെ റേറ്റ് വരത്തുള്ളൂ. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഫുള്ളാണ്, അതുകൊണ്ട് പറ്റത്തില്ല. എന്തായാലും നിങ്ങളിങ്ങനെ വരുന്ന സമയത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാം. അല്ലെങ്കിൽ പുള്ളി ഉണ്ടല്ലോ നല്ല ആളാണ്. പുള്ളി അന്നേരം ഇപ്പം വേറൊരു റൂം സജസ്റ്റ് ചെയ്ത് എന്നോട് അവിടെ പോയി നോക്കാം, അവിടെ കുറച്ച് കുറവിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ അവിടെ ഒരെണ്ണമുണ്ട്, അത് കുറച്ചും കൂടി റേറ്റ് കൂടുതലുള്ളതാണ്. പിന്നെ ഇവിടെ ഉള്ളത് AC റൂമിന് 3000 രൂപയുണ്ട്. നമ്മുടെ ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ് വന്നത്. ഇവിടെ നിന്നും ഒരു കാളി കോവിലുണ്ട്. കാളി കോവിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ നോക്കാം. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ ചൂണ്ടി കാണിക്കും. ഇത് ആ ഒരു ഭാഗത്ത് ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ആ കാളി കോവിലിൻ്റെ അടുത്തായിട്ടാണ് ഈ പറയുന്ന റൂം. അദ്ദേഹം പറഞ്ഞ ഹോട്ടലിൽ ഞാൻ പോയി, പക്ഷേങ്കിൽ നോ ഓപ്ഷൻ, അവിടെ ഫുള്ളാണ് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം അദ്ദേഹം മറ്റൊരു ഹോട്ടൽ എനിക്ക് സജസ്റ്റ് ചെയ്തു. ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് 1600 രൂപയ്ക്ക്, അതായത് നാട്ടിലത്തെ ഒരു 450-460 രൂപയ്ക്ക് ഒരു റൂം കിട്ടിയിട്ടുണ്ട്. നോൺ AC വന്നിട്ട് ഇതാണ്. ഇവരുടെ AC റൂംസ് ഉണ്ട്, അതിന് വന്നിട്ട് 5500 രൂപയാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ നേരത്തെ പോയ കോപ്പിൽ അത് 3000 രൂപയുള്ളൂ. ഇതാണ് ഹോട്ടൽ കേട്ടോ. റൂമിൽ നിന്നുണ്ടല്ലോ ഞാനിതാ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം എന്തായാലും ഈവനിങ് ആയല്ലോ, ഞാൻ ഈ ഒരു ട്രിങ്കോമാലിയുടെ ചെറിയൊരു ഗ്ലിംസ്, അതായത് ചെറിയൊരു കടലിൻ്റെ ഭാഗം ഈ ഒരു വൈകുന്നേര സമയത്ത് ഈ ഒരു ഭാഗത്ത് സൂര്യ അസ്തമയം ഉണ്ടാവില്ല, അത് നിങ്ങൾക്കറിയാലോ, കിഴക്ക് ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് നടന്നിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. ആ ഒരു ബീച്ച് വരെ ഒന്ന് പോയിട്ട് ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഈവനിങ് ബീച്ചിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. അതിനുശേഷം ഉണ്ടല്ലോ നാളെ നമുക്ക് അതിരാവിലെ ഇവിടെ ബാക്കി കിട്ടിലം പോലത്തെ വേറെ കാഴ്ചകളുണ്ട്, അതൊക്കെ തപ്പി കണ്ടുപിടിക്കേണ്ടതാണ് കേട്ടോ. ആ ഹോട്ടലിൽ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തും ഈ കാണുന്നത് ഒരു തിയേറ്ററാണ് കേട്ടോ. കണ്ടേ, തമിഴ് സിനിമകളാണ് ഇവിടെയും റിലീസുള്ളത്. നമ്മുടെ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി ഇല്ലേ, ആ സിനിമ ഇപ്പോഴും ഇവിടെ ഓടുന്നുണ്ട് കേട്ടോ. ഇവിടെ വല്ലപ്പോഴൊക്കെ തമിഴ് സിനിമ റിലീസ് ചെയ്യുള്ളൂ. ആ റിലീസ് ചെയ്യുന്ന സിനിമ അത്യാവശ്യം കുറച്ചധികം ദിവസം കൂടി ഓടും. ഇപ്പോൾ എന്തോ ഷോ നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്കിനിപ്പം എങ്ങനെയാണ് ശ്രീലങ്കയിൽ സിനിമ ഓടുന്നതെന്ന് കാണണോ? അത് പോയി ഷൂട്ട് ചെയ്തിട്ട് വേണം അവരെന്നെ എടുത്തടിച്ച് ഞാനിവിടുത്തെ ജയിലിലാകാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ഉണ്ടല്ലോ ഈ ഒരു റോഡിൻ്റെ ഇടതുവശത്തായിട്ട് കാണുന്നതൊക്കെ ഇവിടുത്തെ സിമെട്രിയാണ് കേട്ടോ. പഴയ സിമെട്രിയാണ്. ഇവിടെ തമിഴ് സിനിമയുണ്ടല്ലോ, ഇവിടെ തമിഴ് വംശജർ കൂടുതലുള്ളതുകൊണ്ട് മാത്രമല്ല റിലീസ് ചെയ്യുന്നത്. ഈവൻ കൊളംബോയിൽ വരെയും തമിഴ് സിനിമകൾ റിലീസ് ചെയ്യാറുണ്ട്. കാരണം അതിന് വലിയൊരു ഓഡിയൻസ് ഇവിടെയുണ്ട്. പിന്നെ ഇവരുടെ സിനിമ ഇൻഡസ്ട്രി ഉണ്ടല്ലോ അത്ര വലിയ പോപ്പുലർ അല്ല, അത്ര വലിയ സിനിമകളൊന്നും അതിൻ്റെ അകത്ത് ഇറങ്ങത്തുമില്ല കേട്ടോ. ചെറിയ ചെറിയ 1-2 സിനിമകളൊക്കെ ഇറങ്ങത്തുള്ളൂ. പിന്നെ ഇവരുടെ സിനിമ ഇൻഡസ്ട്രി ഉണ്ടല്ലോ അത്ര വലിയ പോപ്പുലർ അല്ല, അത്ര വലിയ സിനിമകളൊന്നും അതിൻ്റെ അകത്ത് ഇറങ്ങത്തുമില്ല. ചെറിയ ചെറിയ 1-2 സിനിമകളൊക്കെ ഇറങ്ങത്തുള്ളൂ.
നമ്മുടെയൊക്കെ ആൽബം ടൈപ്പ് സിനിമകളൊക്കെ വരുന്നുള്ളൂ. റോഡുകളൊക്കെ നിങ്ങൾ കണ്ടോ, നല്ല വൃത്തിയുള്ള റോഡുകൾ, അത്യാവശ്യം വീതിയുള്ള റോഡുകൾ, നല്ല മാർക്കിങ്ങുകളൊക്കെ തെളിഞ്ഞ് കാണുന്ന റോഡുകൾ. ഓക്കെ, ഇപ്പോൾ നടപ്പാതകളൊക്കെ ഉണ്ട്. നല്ലൊരു മഞ്ഞ ഇലയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന കാഴ്ചയൊക്കെ അടിപൊളിയുണ്ട്. അവിടെ നിന്നൊക്കെ ബീച്ചിലൊക്കെ പോയിട്ട് ആളുകൾ കുലുങ്ങാതെ നടക്കുക, റിട്ടേണൊക്കെ വരുന്നുണ്ട്. ഇതുകൊണ്ട് ആ ഒരു ഭാഗത്ത് സൂര്യൻ ഓൾമോസ്റ്റ് അസ്തമിച്ചതല്ല, ശരിക്കും കാർമേഘങ്ങളുണ്ട്. ഞങ്ങൾ ഫുള്ള് കാർമേഘങ്ങൾ കയറി നിൽപ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. ബസ്സുകൾ ചറപറ തലങ്ങും വിലങ്ങും ഓടി വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ്. ഗവൺമെൻറ് ബസ്സുകൾ നമ്മളുടെ റെഡ് കളർ വെച്ചാണ് കേട്ടോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. പിന്നെ ഉണ്ടല്ലോ ഈ ട്രിങ്കോമാലിയ റീജിയന് ഈ ഒരു സാധനത്തിന് ഫേമസ് ആണ് കേട്ടോ, ഡോൾഫിനുകൾ. ഡോൾഫിൻ, അതുപോലെ തന്നെ വെയിൽ, നമ്മളുടെ നീലത്തിമിംഗലം ഇല്ലേ, നീലയാണോ അതോ വെള്ളയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തിമിംഗലം വാച്ചിങ്ങിനും ഈ ഒരു ഏരിയ ഫേമസ് ആണ് കേട്ടോ. ഇവിടുത്തെ ബീച്ചിലേക്ക് നടക്കുന്ന വഴി ഏതാ, നമുക്കിവിടെ ട്രിങ്കോ റെസ്റ്റ് ഹൗസ്, എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണെന്ന് തോന്നുന്നു. ഇത് അവിടെ കാണാം കേട്ടോ. വേണമെങ്കിൽ അതിൻ്റെ നമ്പറൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ട ആളുകൾക്ക് അതിൻ്റെ അകത്ത് വിളിച്ചൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് റേറ്റൊക്കെ നോക്കാം കേട്ടോ. അതുകൂടാതെ ഇവിടെ ഉണ്ടല്ലോ മറൈൻ ആൻഡ് നേവൽ ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട്. പക്ഷേങ്കിൽ ഈവനിങ് ആയതുകൊണ്ട് അത് അടച്ചിട്ടാണുള്ളത്. ഇത് ജസ്റ്റ് ഞാനിതാ ഈ ഒരു ട്രിങ്കോമാലിയുടെ ജസ്റ്റ് ഒരു ഗ്ലിംപ്സ്, അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾ കാണിച്ചു തരുന്നുള്ളൂ. ബാക്കി വിശദമായി ഞാൻ അല്ലാണ്ട് കാണിക്കും കേട്ടോ. ഇതാ നടന്നിങ്ങനെ ഇവിടെ എത്തുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് നീല കളറുകൾ കണ്ടോ നിങ്ങൾ. നമ്മളുടെ ബീച്ച് ഇതാ തെളിഞ്ഞ് വരുന്നുണ്ട്. കമോൺ ദൈവമേ, ഈ ജംഗ്ഷനിൽ ഇരിക്കുന്നത് നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പിനെ പോലെ ഒരാൾ. ഗാന്ധിജിയാണോ? അല്ല, ഗാന്ധിജിയാണോ? കണ്ണാടി ഉണ്ടാവില്ലേ. ശ്രീലങ്കയുടെ ഭംഗിയുള്ള നല്ല നീല ബീച്ചുകളുണ്ടല്ലോ, നമുക്കിതാ ഈ ഒരു ഭാഗത്താണ് കാണാൻ പറ്റുക. നല്ല നീല കടൽ ജലമൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ. ഇതുണ്ടല്ലോ അത്യാവശ്യം വിശാലമായിട്ടുള്ള നല്ല വീതിയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പാർക്ക് പോലെ. ഇതുണ്ട് നിങ്ങൾ, പുല്ലൊക്കെ നട്ടിട്ട് ഒരു ബീച്ചിൻ്റെ സൈഡ് ഭാഗം സെറ്റാക്കി അങ്ങ് ദൂരെയായിട്ടത് അവിടെ ഒരു സ്റ്റേജ് പോലത്തെ സാധനമൊക്കെ ഉണ്ട്. അതെല്ലാം സെറ്റാക്കിയിട്ടുള്ള ഒരു കിടിലൻ ബീച്ച് സ്ഥലമാണ് കേട്ടോ ഇത്. നൈസ്. നമ്മൾ കുറച്ച് നേരത്തെ വരേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ റൂം ശരിയാവാത്തതുകൊണ്ടാണ് കേട്ടോ നേരത്തെ വരാൻ പറ്റാണ്ടിരുന്നത്. ഇതാ ഇവിടെ നോക്കുക നിങ്ങൾ, ഇത് അങ്ങറ്റത്ത് റൗണ്ട് ചെയ്ത് ഇത് അങ്ങ് ആ ഒരു ഭാഗത്ത് ഇതുണ്ടെങ്കിൽ അവിടെ ഒരു പാറ പോലെ പാറക്കെട്ടൊക്കെ ഉണ്ട്. ക്ലിഫ് ഏരിയയാണ്, ക്ലിഫ് ഇതുണ്ട്. അതിൻ്റെ മേലെ ഒരു ചെറിയൊരു കുന്ന് പോലെയാണ്. അവിടെ ഒരു കാടൊക്കെ ഉണ്ട്. അതുകൂടാതെ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗങ്ങളിൽ അതുണ്ടെങ്കിൽ ആ ഒരു ഭാഗങ്ങളിലൊക്കെ കാട് ഭാഗങ്ങളുണ്ട്. ഇവിടെ കാട് കയറി കിടക്കുന്ന ബീച്ചുണ്ട് കേട്ടോ. ഈ നമ്മൾ പഴയ ഈ ദ്വീപിലൊക്കെ ആളുകൾ ഒറ്റപ്പെട്ട് പോകുമ്പോൾ കണ്ടിട്ടുള്ള ടൈപ്പ് ബീച്ചുകളില്ലേ, അതുപോലത്തെ ബീച്ചുകളെ. എൻ്റെ വലിയ ആഗ്രഹം അതുപോലത്തെ ബീച്ചുകളിലൊക്കെ പോകണം എന്നുള്ളത്. പിന്നെ ഇത് ആ ഭാഗത്തോട്ട് ഇതങ്ങ അറ്റത്തുനിന്ന് അങ്ങനെ കറങ്ങി ആ ഒരു ഭാഗം വരെയും ഉണ്ട് നമ്മളുടെ ബീച്ച്. എന്തായാലും നൈസാണ്. നമുക്കൊന്ന് ഇറങ്ങാമല്ലോ താഴത്തേക്ക്. ഞാനുണ്ടല്ലോ ആ ഒരു ജാഫ്ന സൈഡിൽ നിന്ന സമയത്ത് ആളുകൾക്കൊക്കെ, ചില ആളുകൾ 1-2 ആളുകൾക്കൊക്കെ ഭയങ്കര ഇതാണ്, നീ അവിടെ തന്നെ നിന്ന് കളയില്ലേ, അവിടെ നിന്ന് പോ വേറെ സ്ഥലങ്ങളുണ്ട്, ഇഷ്ടം പോലെ കിടലിനായിട്ട് സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടൊക്കെ പോയി അതൊക്കെ കാണിക്കുന്നൊക്കെ ഉള്ളത്. ശരിക്കും ജാഫ്ന നിന്നപ്പോൾ ഞാൻ ജാഫ്നയിൽ നിന്ന് പോയി, കാരണം അവിടെ അതുപോലത്തെ അധികം ആളുകൾ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത കാഴ്ചകളുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഇവിടെ അതുപോലത്തെ വേറെയും സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് 1 മാസം ടൈം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്രയും ഇത് വെച്ചത്. അങ്ങനെ പെട്ടെന്ന് ഒരു സ്ഥലത്തൊന്നും പോയി വരാതെ. എന്തായാലും ഈ സ്ഥലങ്ങൾ കാണാനും നിങ്ങൾ ആഗ്രഹിച്ചാൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. കിടിലൻ. പക്ഷേ ഇപ്പോൾ ലൈറ്റ് പോയി, അവിടെ കാർമേഘം കയറിയിട്ടാ. എൻ്റെ ബാക്കിൽ കാർമേഘം സ്വാഭാവികമാണല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മഴ പതിവാണ്. അല്ലെങ്കിൽ നല്ല ബ്ലൂയിഷ് ആയിട്ടുള്ള കടലാണിത്. നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. ഇത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നതാണ്. നാളെ ഒരു കാര്യം ചെയ്യാം, അതിരാവിലെ നമുക്കിവിടെ വന്നിട്ട് ആ ഒരു ഭാഗത്ത് സൂര്യൻ ഉദിക്കുന്നത് അവിടെ എവിടെയെങ്കിലും ആയിരിക്കണം. കാരണം ഇതാണ് കിഴക്ക് ഭാഗം, കണ്ടില്ല നിങ്ങൾ, നീല കളർ. ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും പോയി അവിടെ പോകണ്ട, ഇവിടെ നിന്ന് നമുക്ക് സൂര്യോദയം കാണാം. അല്ലെങ്കിൽ ആ ഒരു മലയോ, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു മലയോ, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുണ്ടല്ലോ കണ്ടങ്ങൾ, അവിടെ ഒരു ദ്വീപുണ്ട് കേട്ടോ. കണ്ടങ്ങൾ ഒരു ലൈറ്റ് ഹൗസൊക്കെ കാണാനുണ്ട്. അപ്പം വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ പോകാട്ടോ. അതുകൂടാതെ ഇവിടെ വേറെയും പരിപാടികളുണ്ട്. ഇവിടെ ഉണ്ടല്ലോ കടലിൽ കുളിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചുകൊണ്ട് പോലീസ്, അതായത് ലൈഫ് ഗാർഡ്സ് ഇല്ലേ, അവരുണ്ട്. അതുകൂടാതെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കടലിൽ വന്ന് ഇവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള ആളുകൾ ഐലൻഡിലുള്ള ആളുകളല്ല, എന്നാലും ഇവർ കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് അങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഇതുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കങ്ങനെ പേടി പോലുള്ള സാധനങ്ങളൊന്നുമില്ല. എല്ലാവരും ഇതുണ്ട്. അവിടെ നിന്നൊരു ഫാമിലിയൊക്കെ വന്നിട്ട് ഫാമിലിയൊക്കെ മൊത്തത്തിൽ വെള്ളത്തിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വെള്ളത്തിലിറങ്ങും. ഇനി അഥവാ വെള്ളത്തിലിറങ്ങി അവരാരെങ്കിലും ഒലിച്ചു പോകാൻ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ സദാസമയം ഗാർഡ്സ് ഉണ്ട്, അവർ രക്ഷിച്ചോളും. ഇവിടെ ഒരു ബീച്ചിനോട് ചേർന്നിട്ടുണ്ടല്ലോ നമ്മളുടെ കാറ്റാടി മരങ്ങളില്ല, അതിൻ്റെ ചെറിയൊരു പാർക്ക് പോലെയുണ്ട്. അവിടെയൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ.
അങ്ങോട്ടേക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പോയി ഭക്ഷണമൊക്കെ കഴിക്കാം. അതുകൂടാതെ ആ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിൽ ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിം സെറ്റ് ചെയ്ത ആളുകളുണ്ട്. അത് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഫോട്ടോസൊക്കെ എടുത്തു തരും കേട്ടോ. ഞാനങ്ങനെ ഉണ്ടല്ലോ അവിടെ നിന്ന് നേരെ ഇവിടെ കൊത്തു പൊറോട്ട ഭയങ്കര ഫേമസാണ്. എന്നാൽ ഇപ്പോൾ അവിടെ ഒരു കടയിൽ പോയി ഈ കൊത്തുന്ന കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ, ടിക്കറ്റ് എടുക്കാമെന്ന്. അങ്ങനെ ഒരു കൊത്തു പൊറോട്ടയൊക്കെ വാങ്ങി ഇതാ നേരെ റൂമിലേക്ക് വന്നു. ഇനിയിപ്പം ഒന്ന് കുളിക്കണം, അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണം. കാരണം ഇന്ന് കുറേ അധികം ദൂരം ഓടി വന്നതല്ലേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിങ്കോമാലിയുടെ തുടക്കം? ഇത് ട്രിങ്കോമാലിയുടെ ജസ്റ്റ് തുടങ്ങിയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് കാഴ്ചകൾ വലിയ ഗംഭീരമായിട്ടുള്ളത് വരാനുണ്ട്. പിന്നെ നാളെ അതിരാവിലെ നമുക്ക് എണീക്കണം. ട്രിങ്കോമാലിയുടെ സൂര്യോദയം എങ്ങനെയുണ്ട് എന്നുള്ള കാഴ്ച നമുക്ക് കാണണം. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകണം. അപ്പോൾ ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു. അയ്യോ, സ്നേഹം മാത്രം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.